വെൽക്കം ബാക്ക് ടു ദ ഹെവനോ സ്റ്റോറി ടെലർ. നിനക്കായി ഭാഗം 29 തുടരുന്നു. ആണ് പല ചിന്തകൾ മനസ്സിൽ കടന്നു പോകുന്നുണ്ട്. കുറച്ച് ദിവസങ്ങളായി എന്തൊക്കെയോ ചിത്രങ്ങൾ തെളിഞ്ഞു വരുന്നു. അവന്റെ ഇരിപ്പും ഭാവവും ശ്രദ്ധിച്ചുകൊണ്ടാണ് സായി ദേവ് അവിടേക്ക് വന്നത്. അയാൾ തന്റെ മകന്റെ അടുത്തിരുന്ന് അവന്റെ മുടികളിൽ കോതിക്കൊണ്ട് ചോദിച്ചു, മോൻ എന്തു പറ്റി? വല്ല വല്ലായ്മ തോന്നുന്നുണ്ടോ? അയാളുടെ വാക്കുകൾ കേട്ട ജീവൻ കുറച്ചു നിമിഷം നിർവികാരമായിരുന്നു. എന്നിട്ട്, എനിക്കറിയില്ല അച്ഛാ, എനിക്ക് മുന്നിൽ കാണുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം തെറ്റാണ് എന്ന് ആരോ പറയുന്നത് പോലെ. അച്ഛൻ പറ, ഞാൻ ഇപ്പോൾ ജീവിക്കുന്ന ഈ ജീവിതം സത്യമാണോ? ഇതായിരുന്നോ ഞാൻ പണ്ട് ജീവിച്ച ജീവിതം? ഇതായിരുന്നു എന്റെ ലൈഫ്? ജീവന്റെ വാക്കുകളിൽ പതറിപ്പോയി സാഹിത്യം. അയാൾക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. ഡോക്ടർ പറഞ്ഞത് പ്രകാരം അറിഞ്ഞുകൊണ്ടാണ് തന്റെ മകനെ താൻ ചതിച്ചത്. പക്ഷെ ഇപ്പോഴും നിധിയുടെ മുഖം അയാളുടെ വല്ലാതെ കുത്തി നോവിക്കുന്നുണ്ട്. സായി എന്തു പറയണമെന്ന് മനസ്സിലാകാതെ നിന്നപ്പോഴേക്കും അവിടേക്ക് അനന്യ വന്നു. അത് അയാൾക്കൊരു ആശ്വാസമായിരുന്നു. ആ, വല്ലിച്ച പോവുകയാണോ? അനന്യ അദ്ദേഹത്തെ കണ്ട് ചോദിച്ചു. ആ, മോള് മോന് ഭക്ഷണം കൊടുക്കാൻ വന്നതാണോ? അവളുടെ കയ്യിലെ പാത്രത്തിലേക്ക് നോക്കി അയാളും പറഞ്ഞു, അതെ. എന്ന മോള് എനിക്ക് കുറച്ച് കോളുകൾ ചെയ്യാനുണ്ട്. അത്രയും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുമ്പോൾ ജീവന്റെ കണ്ണുകൾ സംശയത്തോടെ സായിയെ തുടർന്നു. അതുകൂടെ ആയപ്പോൾ അവൻ ഉറപ്പായിരുന്നു, തന്റെ അച്ഛൻ തന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുവെന്ന്. സമയങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ബാൽക്കണിയിലായി സ്ഥാപിച്ച ഒരു ഇരിപ്പിടത്തിൽ കണ്ണടച്ചിരിക്കുകയാണ് സായി. അയാളുടെ ഉള്ളിൽ കുറച്ചു മുന്നേ തന്റെ മകൻ തനിക്ക് നേരെ തൊടുത്ത ചോദ്യങ്ങൾ തന്നെയായിരുന്നു. ജീവൻ നാളെ സത്യങ്ങൾ അറിഞ്ഞാൽ തന്നോട് ക്ഷമിക്കുമോ എന്ന ചിന്ത അയാളിൽ ഭയത്തിന്റെ വേലിക്കല്ല് തീർത്തു. മനസ്സിന്റെ നിയന്ത്രണം നഷ്ടമാവുന്നതറിഞ്ഞ സായി കണ്ണുകൾ അടച്ച് സോഫയിലേക്ക് ചാരി. മിനിറ്റുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. പുറത്തു നിന്നൊരു ബഹളം കേട്ടുകൊണ്ടാണ് സായി കണ്ണുകൾ തുറന്നത്. കുറച്ചാളുകൾ തങ്ങളുടെ കോമ്പൗണ്ടിൽ കയറിയിട്ടുണ്ട്. ഞങ്ങളുടെ ആളുകളും സെക്യൂരിറ്റിയും തമ്മിൽ വാക്കേറ്റുകൊണ്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ടുമാണ് സായി താഴേക്ക് ഓടി വന്നത്. എന്നാൽ സ്റ്റെപ്പുകൾ ഇറങ്ങി വന്ന സായി മെയിൻ റോഡിൽ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ കണ്ടതും അനങ്ങാൻ പോലും ആകാതെ നിന്നുപോയി. നിധി. അയാൾ വിറയലോടെ പേര് പറഞ്ഞു. എന്നാൽ നിധി സായി വന്നതും ഒന്നും കാണാതെ മറ്റെന്തോ നോക്കി ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. സായിയും അവിടേക്ക് നോക്കും. ജീവന്റെ ചുണ്ടിലായി പറ്റി നിൽക്കുന്ന ഭക്ഷണം തുടച്ചു കൊടുക്കുന്ന അനന്യ. അവരെ ആര് കണ്ടാലും അവർ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുന്ന രൂപത്തിൽ തന്നെയായിരുന്നു അനന്യയുടെ നിൽപ്പും ഭാവവും. മാത്രമല്ല, അവളുടെ കഴുത്തിലെ താലിയും ആ സിന്ദൂരവും അതും എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. നിധി ഒന്നേ നോക്കിയുള്ളൂ. അനന്യയും ജീവനും തമ്മിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ ഭിത്തിയിൽ പതിപ്പിച്ച വിവാഹ ഫോട്ടോ മാത്രം മതിയായിരുന്നു. തന്നെ നോക്കി നിറ കണ്ണുകളായി നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ടതും ജീവന്റെ ഉള്ളിൽ വല്ലായ്മ തോന്നി. അവൻ പതിയെ അനന്യയുടെ കൈ വിടിവിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി. പക്ഷെ പെട്ടെന്ന് തന്നെ അവൻ വീഴാൻ പോയി. അത് കണ്ടതും നിധി അവനെ പിടിക്കാനായി അയഞ്ഞു. എന്നാൽ അതിനു മുമ്പ് തന്നെ അനന്യയുടെ കൈകൾ അവനെ താങ്ങിയിരുന്നു. അത് കാണാനാകാതെ നിധി കണ്ണുകൾ ഇറക്കിപ്പൂട്ടി. പക്ഷെ ജീവന്റെ കണ്ണുകൾ അവളുടെ നേരെ തന്നെയായിരുന്നു. നിധി ജീവന്റെ ശബ്ദം കേട്ടാണ് കണ്ണുകൾ തുറന്നു നോക്കിയത്. തനിക്കരികിലായി നിൽക്കുന്നവനിൽ അവളുടെ കണ്ണുകൾ പതിഞ്ഞു. അവൾക്ക് അവനോട് എന്നെ ചതിക്കുകയായിരുന്നോ എന്ന് ചോദിക്കാൻ വേണ്ടി മനം പിടച്ചുകൊണ്ടിരുന്നു. എന്നാൽ ജീവനിൽ നിന്ന വാക്കുകൾ നിധിയെ തകർക്കാൻ കഴിവുള്ളതായിരുന്നു. കുട്ടിക്ക് എന്നെ അറിയോ? സോറി, എനിക്കൊന്നും ഓർമ്മയില്ല. പക്ഷേ തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അവന്റെ വാക്കുകൾ കേട്ടതും കരയാൻ പോലും ആകാതെ അവൾ നിന്നു. അവളുടെ കണ്ണുകൾ അവന്റെ പരിചിതം നിറഞ്ഞ മുഖത്ത് തന്നെയായിരുന്നു ആ നിമിഷങ്ങളിൽ. അവന്റെ കണ്ണുകളിൽ താൻ ആരെ എന്നുള്ള ഭാവം അവളെ തളർത്താൻ തുടങ്ങിയിരുന്നു. തുടരുന്നു.